മുർഷിദാബാദ് ജില്ലയിലെ ഷംഷേർഗഞ്ച് പ്രദേശത്ത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള മതമൗലികവാദികളുടെ പ്രതിഷേധത്തിനിടയിലുണ്ടായ അക്രമത്തിനിരയായ സ്ത്രീകളുടെ പരാതിയിൽ ദേശീയ വനിതാ കമ്മീഷൻ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് മെയ് 9 രാവിലെ 11 മണിക്ക് നേരിട്ട് ഹാജരാകാൻ കമ്മീഷൻ സമൻസ് അയച്ചിട്ടുണ്ട്. നീതി ലഭിക്കുന്നതിന് പകരം പീഡനവും ഭീഷണിയും നേരിടുകയാണ് എന്ന് ഹർഗോബിന്ദ് ദാസിന്റെ ചന്ദൻ ദാസിന്റെയും വിധവകളായിട്ടുള്ള ആളുകൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രഹിത്കറിന് അയച്ച കത്തിൽ ആരോപിക്കുന്നു. കൊൽക്കത്തയിൽ അവർ താൽക്കാലികമായി അഭയം പ്രാപിച്ച സ്ഥലത്ത് പുരുഷ പോലീസുകാരുടെ ഒരു സംഘം വാതിൽ തകർത്ത് വനിതാ പോലീസുകാരും നിയമപരമായ രേഖകളുമില്ലാതെ അകത്ത് കിടക്കുകയും സ്വത്ത് നശിപ്പിക്കുകയും ബലമായി തടങ്കലിൽ വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് കത്തിൽ അവർ ആരോപിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കത്ത് വെറും ഒരു പരാതിയല്ല, മറിച്ച് ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ട 2 നിസ്സഹായരായ സ്ത്രീകളുടെ നീതിക്കു വേണ്ടിയുള്ള നിസ്സഹായമായ നിലവിളിയാണ് എന്ന് കമ്മീഷൻ പറഞ്ഞു. തന്നെയുമല്ല, അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉപദേശിച്ചിട്ടുള്ള സംവിധാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഭയപ്പെടുന്നു എന്നും പറയുന്നു. ഈ സംഭവം ഗൗരവമായി എടുത്ത് പശ്ചിമ ബംഗാൾ ഡയറക്ടർ ജനറലിനോട് അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഈ മുഴുവൻ വിഷയത്തിലും പോലീസിന്റെ പങ്ക് എന്താണ് എന്ന് വ്യക്തമാക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.